അൽഹംദുലില്ലാഹ് ഉസ്താദ് നേരത്തെ വന്നപ്പോ ഇവിടെ പറഞ്ഞു നമ്മളെ നാട്ടുകാര് പള്ളിയുടെ എന്ത് ആവശ്യത്തിനും ഇവിടെ ഏത് പരിപാടിക്കും നല്ലോണം തരുന്ന ആളുകളാണ്, വലിയ സഹായിക്കുന്ന ആളുകളാണ്. അല്ലാഹുവേ നീ നല്ല ബർക്കത്തേറ്റ് കൊടുക്കണം റഹ്മാനെ. ഈ നാട്ടുകാർക്ക് അവരുടെ കൃഷിയിലും അവരെ കച്ചവടത്തിലും എല്ലാത്തിലും നീ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഞാൻ വന്നപ്പോ തന്നെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് വലിയ സഹായിക്കുന്നവരാണ്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സ്വദഖത്തുൻ ജാരിയ, രണ്ടാമത്തെ കാര്യം മരിച്ചു കഴിഞ്ഞാലും ഉപകാരം കിട്ടുന്നത് അത് നല്ല ജാരിയായ സ്വദഖയാണ്. അത് നമ്മൾ മരിച്ചാലും നമുക്ക് നാളെ ഖബറിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന വലിയ അമലാണ് കേട്ടോ. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വവലദുൻ സ്വാലിഹാ, സ്വാലിഹീങ്ങളായ മക്കളാണ്. യദ്ഉ ലഹു, ബാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കള്. ആ മക്കള് അത് മുറിയുന്നില്ല. ആ മക്കളെ കൊണ്ട് ഇവനിക്ക് വലിയ ഉപകാരം കിട്ടുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, അൽഹംദുലില്ലാഹ് ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ കുട്ടികള്, മദ്രസയിലെ കുട്ടികള് ഇവിടെ മുഹയ്യിദ്ദീൻ മാല ചൊല്ലുന്നത് കേട്ടു. നല്ല അതാ വളരെ ക്ലിയറായി അക്ഷരങ്ങൾ തെറ്റാതെ അവര് മുഹയ്യിദ്ദീൻ മാല നമ്മുടെ മദ്രസയുടെ കുട്ടികൾ ചൊല്ലുകയാണ്. നല്ല യൂണിഫോം ധരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാകുന്നവരെ കാണുമ്പോ ഇതുപോലെ തന്നെ നമ്മുടെ മക്കളെ വളർത്തുന്നിടത്ത് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നിടത്ത് നമ്മുടെ ഉസ്താദുമാര് വലിയ നിലക്ക് സഹകരിക്കുന്നുണ്ട്, വലിയ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. രക്ഷിതാക്കളെ നിങ്ങളും അതിനെ സഹായിക്കണേ. ഉസ്താദുമാരോടൊപ്പം നിങ്ങളും സഹകരിക്കണേ. എങ്കിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ ഒരു നാട്ടിലും കാണാത്ത നല്ല മാതൃകാപരമായ മക്കളാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഉപകാരമുള്ളത് ആ മക്കളാണ് കേട്ടോ.